കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള കെ.ബിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റാലിയും സമ്മേളനവും നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള കെ.ബിക്ക് നേരെയുണ്ടായ ഗുണ്ട കൊട്ടേഷൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റാലിയും സമ്മേളനവും നടത്തി. കറ്റാനം വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കോയിക്ക ചന്തയിൽ കൂടിയ പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. KCSL ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് ക്യാപ്റ്റൻ കുട്ടൻ നായർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ പിള്ള കെ.ബിക്ക് നേരെ കഴിഞ്ഞ വ്യാഴാഴ്ച 2/1/2025 രാത്രി 8:30 കട്ടച്ചിറയിലുള്ള ഭരണിക്കാവ് ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിന് സമീപം വെച്ച് കോയിക്കൽ ചന്തയിൽ നിന്നും തൻ്റെ ആക്റ്റീവായി വീട്ടിലേക്ക് വരുന്ന വഴി അജ്ഞാതരായ 2 പേരിൽ ഒരാൾ ബൈക്ക് റോഡിൽ നിർത്തി മാർഗതടസ്സം സൃഷ്ടിക്കുകയും ബൈക്കിൻ്റെ പുറകിൽ നിന്നും ഹെൽമെറ്റ് ധാരിയായ ആൾ അദ്ദേഹത്തെ മുഖത്ത് 3-4 പ്രാവശ്യം ഇടിച്ചു വീഴ്ത്തി. ആക്റ്റീവായിൽ നിന്നും വീണ രാജേന്ദ്രൻ പിള്ള എഴുന്നേറ്റപ്പോൾ ഉടൻ തന്നെ അവർ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. അതുവഴി കാറിൽ വന്ന യാത്രക്കാരൻ ഉടൻ തന്നെ അദ്ദേഹത്തെ കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. CT സ്കാനിന് ശേഷം മൂക്കിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയതും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്തു. അന്ന് വെളുപ്പിന് ഏകദേശം 2 മണിയോടുകൂടി തന്നെ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ നിന്നും SIയും മറ്റൊരു പോലീസുകാരനും ചേർന്ന് മൊഴിയെടുത്തു. പോലീസുകാർ അടുത്ത ഭവനത്തിൽ നിന്നും CCTV ഫുട്ടേജ് ശേഖരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രതികളെക്കുറിച്ച് ഇതുവരെയും യാതൊരു വിവരങ്ങളും അറിയിച്ചിട്ടല്ല. ഈ വിഷയത്തിൽ വള്ളികുന്നം പോലീസിൻ്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായ ഒരു അന്വേഷണം അല്ല നടക്കുന്നത് എന്ന് ബലമായി സംശയിച്ചു. നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു മുൻ സൈനികന് നേരെ ഇത്രയും ക്രൂരമായും ഒരു ആക്രമണം നടത്തിയിട്ടും ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കാണുന്നില്ല. ബഹുമാനപ്പെട്ട കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചെന്നും കേരള സ്റ്റേറ്റ് എക്സൈസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് അഭ്യർത്ഥിക്കുന്നു. വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളെ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭരണിക്കാവ് യൂണിറ്റിൻ്റെ ആദരണീയനായ സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള അവരെ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവ് വ്യക്തമാക്കിയും അദ്ദേഹത്തിന് നേരെയുണ്ടായ വിധ്വംസക പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കാനും ഒന്നിച്ചുകൂടിയവരാണ് നാം. മാവേലിക്കര താലൂക്ക് പ്രസിഡന്റ് S. മുരളീധര കൈമൾ, സെക്രട്ടറി S. പങ്കജാക്ഷൻ പിള്ള, NM ജോൺ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഭരണിക്കാവ് യൂണിറ്റ് സെക്രട്ടറി രാജേന്ദ്രൻ പിള്ളയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഉന്നത പോലീസ് അധികൃതർക്കും നൽകാൻ യോഗം തീരുമാനിച്ചു. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന വള്ളികുന്നം CIയുടെ നടപടിയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി സുഭാഷ് ശിവൻ, വൈസ് പ്രസിഡന്റ് സോമൻ പിള്ള, ട്രഷറർ ശശിധരൻ പിള്ള, ഹരിശ്ചന്ദ്രൻ, സുരേന്ദ്രൻ പിള്ള, ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, ചാരിമൂട്.